സോ ഗൈസ്, ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ചാർട്ട് പാറ്റേൺസ് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ പറ്റി പഠിച്ചു. അപ്പം അത് ഇൻട്രാഡേക്ക് നമുക്കൊരു എൻട്രി എക്സിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു എൻട്രികളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ചാറ്റ് പാറ്റേൺസും സെയിം തന്നെ. ഇതിൽ നമുക്ക് ഇൻട്രാഡേയിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ സ്വിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ലോങ് ടൈമിലേക്ക് മിക്കവരും പാറ്റേൺസിൻ്റെ ബ്രേക്കൗട്ട് നോക്കാറില്ല, സ്വിങ് ആണ് മെയിൻലി നോക്കുന്നത്. സോ സ്വിങ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്കും, അതിപ്പം ഓപ്ഷൻസിലായാലും ക്യാഷ് മാർക്കറ്റിലായാലും ചെയ്യുന്ന ആൾക്കാർക്ക് ചാർട്ട് പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എൻട്രി എക്സിറ്റും ഒക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഞാൻ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതും എനിക്ക് മനസ്സിലായതും അത്യാവശ്യം റിസൾട്ട് ഉണ്ടെന്നും തോന്നുന്നതായ ഒരു 5 പാറ്റേൺസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വണ്ണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. സെക്കൻഡ് വൺ ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം. തേർഡ് വൺ കപ്പ് ആൻഡ് ഹാൻഡിൽ. ഫോർത്ത് വൺ റൈസിംഗ് വെഡ്ജ് ആൻഡ് ഫോളിംഗ് വെഡ്ജ്. ഇതിൽ റൈസിംഗ് വെഡ്ജ് ആൻഡ് ഫോളിംഗ് വെഡ്ജ് ഇത് നമുക്ക് ഈ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേണിലൊക്കെ ഇത് പെടുന്നതാണ്. അപ്പോൾ അതിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല, പകരം ഒന്നിച്ച് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും നമുക്ക് ഡെയിലി എൻട്രി കിട്ടുന്നതുമായിട്ടുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ റൈസിംഗ് വെഡ്ജും ഫോളിംഗ് വെഡ്ജുമാണ്. കാര്യം ഇതിൻ്റെ എൻട്രി വൺസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ടാർഗറ്റ് നമുക്ക് കിട്ടുന്നത് വളരെ ഹൈ ആയിരിക്കും. സോ നമുക്കൊരു നല്ലൊരു ട്രെൻഡ് റൈഡ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ കുറേ നേരം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൻ്റെ ഒരു ബ്രേക്കൗട്ടിൽ നമുക്ക് കിട്ടും. അത് ഡെയിലി നമുക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ഏത് ചാർട്ട് എടുത്ത് നോക്കിയാലും, നിങ്ങൾക്ക് 5 മിനിറ്റോ 3 മിനിറ്റോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു വെഡ്ജ് ഡെയിലി മാർക്കറ്റിൽ സംഭവിക്കുന്ന കാണാൻ പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർത്ത് വൺ. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ട്രയാങ്കിൾ പാറ്റേൺ ആണ്. സോ നമുക്ക് ആദ്യം ഹെഡ് ആൻഡ് ഷോൾഡർ നോക്കാം. സോ എന്താണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ? ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആർ റിവേഴ്സൽ പാറ്റേൺസ്. അതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അതിപ്പോൾ ഒരു അപ് ട്രെൻഡിൻ്റെ മേളിൽ, അതായത് ഒരു അപ് ട്രെൻഡിൻ്റെ മുകളിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്താൽ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതലും. അല്ല, അങ്ങനെ ഒരു പാറ്റേൺ ആണ്, റിവേഴ്സലാണ് നമ്മളിതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കൺസെപ്റ്റ് ഓഫ് ദ ബിയറിഷ് ആൻഡ് ബുള്ളിഷ് ട്രെൻഡ്. സോ ഇത് 2 തരമുണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡർ അപ്സൈഡിൽ വന്നാൽ അത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നും, അത് ഡൗൺ സൈഡിൽ ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നതിനെ നമുക്ക് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നും പറയാം. അതായത് ഇതാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ. ഈ ഒരു പാറ്റേൺ ഇത് തന്നെ തിരിഞ്ഞു വരും. ഇതിപ്പോൾ അപ്സൈഡിലാണ് വരുന്നത്. അതേപോലെ തന്നെ തിരിഞ്ഞു വരുവാണെങ്കിൽ ഇതിനെ നമുക്ക് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നും പറയാം. ദെയർ വുഡ് ബി എ ട്രെൻഡ് ലൈൻ വിച്ച് ആക്ട് ആസ് സപ്പോർട്ട്. 3 triangles connected to that called a neckline. If the price crosses the neckline, there would be a change in trend direction. So ഇതിനൊരു 3 ട്രയാങ്കിൾ ഉണ്ടാവും ഈ ഒരു പാറ്റേണിന്. 1 2 3, അതേപോലെ തന്നെ 1 2 3 3 ട്രയാങ്കിളും ഒരു നെക്ക് ലൈനും ഈ ഒരു പാറ്റേൺ ഉണ്ടാവും. സോ ഇത്രയും ചേരുന്നതാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് നേരെ ഇവിടേക്ക് വരുന്നു. ഈ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് നേരെ തിരിച്ച് താഴേക്ക് വരുന്നു. അവിടുന്ന് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി താഴേക്ക് വരുന്നു. വീണ്ടും ഇതിൻ്റെ സമാനമായ എന്ന് പറഞ്ഞൊരു ലൈൻ പിടിച്ചിട്ട് നേരെ വരയ്ക്കണമെന്നല്ല, ഇതിനോട് സമാനമായിട്ടുള്ളൊരു ഹൈ കൂടെ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഇവിടെ വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഒരു മനുഷ്യൻ്റെ ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ലെഫ്റ്റ് ഷോൾഡർ, പിന്നെ നമ്മുടെ ഹെഡ് തല, അതിനുശേഷം ഒരു റൈറ്റ് ഷോൾഡർ. അപ്പോൾ ഈ ഒരു പാറ്റേണിനെ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് വിളിക്കുന്നത് ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു രൂപമായിട്ട് ഒരു സാദൃശ്യപ്പെടുത്തിയിട്ടാണ്. സോ ഈ ഒരു പാറ്റേണിൽ ഇവിടുന്ന് നമുക്കൊരു റിവേഴ്സിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് താഴേന്ന് മേളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റിനെ ഈ ഒരു പാറ്റേൺ ഫോം ചെയ്യിച്ച് ഇവിടെ ഒരു ബ്രേക്കൗട്ട്, ഈ ഒരു നെക്ക് ലൈൻ, ഈ ഒരു സപ്പോർട്ട് ലൈനെയാണ് നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് നേരെ താഴേക്ക് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേണിൻ്റെ ഒരു ഇത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻവേർട്ടഡ് എന്ന് പറയുവാണെങ്കിൽ, ഇപ്പം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ഇപ്പം ഇവിടുന്ന് ഒരു ലോ ഉണ്ടാക്കി വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് സപ്പോർട്ട് ആകുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ റെസിസ്റ്റൻസിൽ നിന്നും വീണ്ടും ഒരു ലോവർ ലോ ഉണ്ടാക്കി വീണ്ടും ആ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും ഇതിനോട് സമാനമായിട്ടുള്ള ഒരു ലോയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ നെക്ക് ലൈനിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി സംഭവം ഇത്രയാണ്, ഇല്ലുസ്ട്രേഷൻ ഇത്രയാണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ട്രെൻഡായിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ട്രെൻഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്, ലോവർ ഹൈ ലോവർ ലോ അതൊക്കെ വെച്ചിട്ട്. സോ ഇതിൻ്റെ ഒരു തിയറി ഇതെങ്ങനെയാണ് വർക്കാവുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് നേരെ മേളിലേക്ക് ട്രാവൽ ചെയ്ത് ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, അതിനുശേഷം തിരിച്ച് താഴേക്ക് വന്ന് ഈ ലോയേക്കാളും ഒരു വലിയ ലോ ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു ഹയർ ലോ ഉണ്ടാക്കി. അതിനുശേഷം വീണ്ടും ഹയർ ഹൈ ഉണ്ടാക്കി തിരിച്ച് താഴേക്ക് വന്നപ്പം ഈ ഹയർ ലോ ഉണ്ടല്ലോ, ഇതിൻ്റെ നേരെ തന്നെ ഒരു ലോയാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. അപ്പം
ഇവിടെ തന്നെ ഫസ്റ്റ് സിഗ്നൽ കിട്ടി, മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷനായി, മാർക്കറ്റിന് അപ്സൈഡിലോട്ട് പോകാനുള്ളൊരു ഇതില്ല, താഴേക്ക് പോകാനുള്ളതും ഇല്ല എന്നൊരു ഇൻഡിസിഷൻ ഇവിടെ ക്രിയേറ്റ് ആയി. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് ട്രാവൽ ചെയ്ത് ഈ ഹയർ ഹൈ ഉണ്ടല്ലോ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് പറ്റിയില്ല. സോ ഇവിടെ തന്നെ മാർക്കറ്റിൽ ട്രെൻഡ് ചേഞ്ച് ചെയ്യാന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു, ഈ ഒരു ലോയെ ഇവിടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലായില്ലേ. അതായത് ഹയർ ഹൈ ഹയർ ഹൈ എന്ന് പൊക്കോണ്ടിരുന്ന ഒരു അപ് ട്രെൻഡിൽ ഒരു ട്രെൻഡിൻ്റെ ചേഞ്ച് സംഭവിക്കുകയാണ്. അതായത് ഇനി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇതൊരു ലോവർ ഹൈ ആയില്ലേ, ഈ ലോയെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇനി ഇവിടെ ഉണ്ടാകുന്നത് എന്താവും, ഒരു ലോവർ ലോ ആവും. സോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ എന്ന് പറയുന്നത് ട്രെൻഡ് ചേഞ്ച്. സോ അതാണ് ഇതിൻ്റെ ഒരു ട്രെൻഡാണ് ഇതിൻ്റെ എല്ലാം ഒരു ബേസിക് എന്ന് പറയുന്നത്. അത് ഓരോ പാറ്റേൺ രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ തിരിച്ചും മാർക്കറ്റിൽ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ വന്നുകൊണ്ടിരുന്നൊരു മാർക്കറ്റിന് തിരിച്ച് വീണ്ടും ഹയർ ഹൈ ഹയർ ലോ ഹയർ ലോ എന്ന് പറഞ്ഞ് മേളിലേക്ക് കയറി പോകുന്നത്. അതാണ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ഈ ഒരു പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത്, ചാർട്ട് പാറ്റേൺ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്ലിയർ കുറവുണ്ട്, ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ നമുക്കിത് നോക്കാം. ഇവിടെ മാർക്കറ്റ് ഇവിടെ ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, അവിടുന്ന് തിരിച്ച് വന്നിട്ട് വീണ്ടും ഒരു ഹെഡ് ഉണ്ടാക്കി, അതിനുശേഷം താഴേക്ക് വന്ന ആ നെക്ക് ലൈനെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി. വൺസ് ഈ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് ഫോളോ ആയി. സോ ഈ ഒരു പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാറ്റേൺ. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഇൻവേർട്ടഡ് നോക്കാം. ഇൻവേർട്ടഡ് നോക്കുന്ന സമയത്ത് എന്താണ്, മാർക്കറ്റ് മേളിൽ നിന്ന് താഴേക്ക് വരികയായിരുന്നു, ഇവിടെ നമുക്കൊരു ലോ ഉണ്ടാക്കി, അതിനുശേഷം ഇവിടെ നമുക്കൊരു നെക്ക് ലൈൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ നെക്ക് ലൈനിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് വന്ന് പുതിയൊരു ലോ ഉണ്ടാക്കി, ഒരു ഹെഡ് ഉണ്ടാക്കി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് വന്നു, ആ നെക്ക് ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിൽ വന്ന് റിയാക്ട് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു, ഈ ലെഫ്റ്റ് ഷോൾഡറിന് സമാനമായിട്ടുള്ള ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. വൺസ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, മാർക്കറ്റിൽ വീണ്ടും നല്ലൊരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റി. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഇപ്പോൾ ഈ ലെവലിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് വളരെ വലിയൊരു ക്യാൻഡിൽ ആണെങ്കിൽ ഒരിക്കലും ആ ക്യാൻഡിലിൻ്റെ ഹൈയിൽ പോയിട്ട് നമ്മളൊരു എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യാം. എപ്പോഴും നമ്മളൊരു ഡിസ്കൗണ്ട്, നമ്മളൊരു ഓപ്ഷൻ ബയ്യറാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻട്രാഡേ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് ബൈ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു വലിയൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ വന്നു, അതിൻ്റെ ഹൈ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈയിൽ പോയി ഹയർ പ്രൈസിൽ പോയിട്ട് നമ്മൾ ട്രേഡ് ചെയ്താൽ നമുക്ക് റീട്രേസ്മെൻറ്റിൽ നമ്മുടെ SL അടിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങളെപ്പോഴും ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ബ്രേക്ക്ഔട്ടിൽ ഇവിടെ പോയി എൻട്രി എടുക്കേണ്ട ആൾക്കാർക്ക് അവിടുന്ന് എൻട്രി എടുക്കാം, തെറ്റൊന്നുമില്ല. കാര്യം നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഷോൾഡറിലായിരിക്കണം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ടാർഗറ്റ് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടല്ലോ, ഈ ലോയിൽ നിന്നും ഈ ഒരു നെക്ക് ലൈൻ ഉണ്ടല്ലോ, ഈ നെക്ക് ലൈൻ വരെയുള്ള ദൂരം എത്രയാണോ അത്രയും പ്രൈസ് തന്നെ നമുക്ക് ഇവിടുന്ന് ടാർഗറ്റായിട്ടും മേളിലേക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവർക്ക് കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും എന്നുള്ളതാണ് പോയിന്റ്. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരണം അങ്ങനില്ല. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ നെക്ക് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല. ഇത് നമുക്ക് പല രീതിയിൽ വരാം. ഇപ്പോൾ ഇങ്ങനൊരു പോകുന്ന ഈ ഒരു അപ് ട്രെൻഡിൽ ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വരാം. ഇത് ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. അതേപോലെ തന്നെ തിരിച്ചും ഇങ്ങനെ തിരിഞ്ഞും വരാം. അതേപോലെ താഴേക്ക് വരുന്നൊരു മാർക്കറ്റിൽ ഇങ്ങനെയും ഹെഡ് ഷോൾഡറും ഫോം ചെയ്യാനും പറ്റും. അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ ഇത് ഫോം ചെയ്യൂ അങ്ങനെയില്ല. അപ്പോൾ ഇങ്ങനെ ലാറ്ററലായിട്ട് ചരിഞ്ഞ് നിങ്ങൾക്ക് ഈ സാധനം സ്ലോപ്പിംഗ് ലൈനിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്കിനി നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോകാം. നെക്സ്റ്റ് പാറ്റേൺ ആണ് ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡബിൾ ടോപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം. എ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ഈസ് എ ബിയറിഷ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ. ഇതൊരു ബിയറിഷ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. അതായത് ഡബിൾ ടോപ്പ് വന്നാൽ എപ്പോഴും മാർക്കറ്റ് ബിയറിഷ് ആവും, താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യാനുള്ള, താഴേക്കാണ് ബ്രേക്ക്ഔട്ട് ചെയ്യേണ്ടത്. അതാണ് ഒരു റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ. അത് ബിയറിഷ് റിവേഴ്സലാണ് ഡബിൾ ടോപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഡബിൾ ടോപ്പ് വന്നിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു എൻട്രി, ഡബിൾ ടോപ്പ് കാരണം നമുക്ക് അവിടെ എൻട്രി ഇല്ല, വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഉണ്ടാവും. ഡബിൾ ടോപ്പ് കാരണം അവിടെ എൻട്രി ഇല്ല. ഡബിൾ ടോപ്പിൻ്റെ എൻട്രി എന്ന് പറയുന്നത് മാർക്കറ്റ് ബിയറിഷ്, താഴേക്കാണ് ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടേണ്ടത്. ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കുന്നത്. ചാർട്ട് പാറ്റേൺ ദാറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ ആൻ അപ് ട്രെൻഡ്. This pattern is formed with 2 consecutive peaks above a support level. Breakdown can push the market to low. So നമുക്കത് നോക്കാം. ഇതാണ് ഡബിൾ ടോപ്പ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട്, ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് ഇവിടെ വരെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി. അതിനുശേഷം വീണ്ടും ഈ സപ്പോർട്ടിൽ വരുന്നു, സപ്പോർട്ട് റിയാക്ട് ചെയ്യുന്നു, വീണ്ടും മാർക്കറ്റ് പുഷ് ചെയ്ത്
നമുക്ക് മുമ്പുണ്ടാക്കിയ ഹൈ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സമാനമായ ഒരു ഹൈ. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനെ തന്നെ അങ്ങനെയില്ല, കുറച്ച് മേളിലേക്കോ കുറച്ച് താഴേക്കോ നമുക്ക് വരാം. അത് നമ്മൾ കൺസിഡർ ചെയ്യണം, അതങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. കാര്യം മാർക്കറ്റ് ഒരു നൂല് പിടിച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ബൈയിങ്ങും സെല്ലിങ്ങും എന്തുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടപ്പോഴും പറഞ്ഞു. ആൾക്കാർ ബൈ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ പ്രൈസ്, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ആയാലും എന്തിൻ്റെ ആയാലും വില കൂടും, വിൽക്കുന്ന സമയത്ത് വില കുറയും. അപ്പോൾ ആ ഒരു ആക്ഷൻ കാരണമാണ് സംഭവിക്കുന്നത്. സോ ഇവിടെ 2 ഹൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് വീണ്ടും നമ്മുടെ സപ്പോർട്ടിലേക്ക് വരികയാണ്. ഈ വൺസ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്കൗട്ട്, താഴേക്ക് ഒരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയാൽ നമുക്ക് പറയാം മാർക്കറ്റ് ഇനി താഴേക്ക് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. സോ നമുക്കിവിടെ എൻട്രി എവിടെയാണ്? ഈ ബ്രേക്കൗട്ടിൽ നമുക്ക് എൻട്രി ഉണ്ട്. അതേപോലെ ഈ ബ്രേക്കൗട്ടിൻ്റെ മുമ്പേ പറഞ്ഞ ഡിസ്കൗണ്ട് പ്രൈസായ റീടെസ്റ്റിലും നമുക്ക് എൻട്രി ഉണ്ട്. സോ നമുക്ക് ഡബിൾ ടോപ്പ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഡബിൾ ബോട്ടം നോക്കാം. സോ എന്താണ് ഡബിൾ ബോട്ടം? ഇതിൻ്റെ നേരെ റിവേഴ്സൽ. A double bottom chart pattern is a bullish reversal chart pattern that is formed after an downtrend. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം താഴെ മേളിലാണ്, ഒരു അപ് ട്രെൻഡിൻ്റെ മേളിൽ ഒരു ഡബിൾ ഉണ്ടാകുമ്പോൾ അതൊരു ഡബിൾ ടോപ്പായിട്ടും ആ സെയിം കൺസെപ്റ്റ് തന്നെ താഴ്വശത്ത് ഉണ്ടാകുമ്പോൾ അതൊരു ഡബിൾ ബോട്ടമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദിസ് പാറ്റേൺ ഈസ് ഫോംഡ് വിത്ത് കൺസിക്യൂട്ടീവ് ലോസ് ബിലോ എ റെസിസ്റ്റൻസ് ലെവൽ. ബ്രേക്ക്ഔട്ട് ക്യാൻ പുഷ് ദ പ്രൈസ് ടു ഹയർ. സോ ഇതാണ് ഡബിൾ ബോട്ടം. അതായത് അപ്സൈഡിൽ നിന്നും താഴേക്ക് വരുന്ന ഒരു മാർക്കറ്റ് ഒരു ലെവലിലെത്തി, അതിനുശേഷം വീണ്ടും റെസിസ്റ്റൻസ് ലെവലിൽ വന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നു, അവിടുന്ന് വീണ്ടും ഇതിന് സമാനമായ ഒരു ലെവലിലേക്ക് എത്തുന്നു, തിരിച്ച് വീണ്ടും ഈ റെസിസ്റ്റൻസിലേക്ക് എത്തി, അവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ, അതല്ല ഇവിടെ ആയിരുന്നു, ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു ബ്രേക്കൗട്ട് സംഭവിച്ചു, മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ട്രെൻഡ് റിവേഴ്സലായിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ട്രെൻഡ് റിവേഴ്സലാണ്. സോ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്, ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടവും. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു എൻട്രി നോക്കാം. ഇതൊരു ഡബിൾ ടോപ്പിനുള്ള ഒരു എക്സാമ്പിളാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് മേളിലേക്ക് വന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കി, തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഇതേ ഇടത്തേക്ക് വീണ്ടും വന്നു, സപ്പോർട്ടിലേക്ക് വന്നു. അതിനുശേഷം നോക്കിയാൽ മാർക്കറ്റ് കറക്റ്റ് അതേ ഒരു ലെവലിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ വന്ന് വൺസ് ഇത് ബ്രേക്കൗട്ട് വന്നു ഇവിടെ. സോ ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്, ഈ ബ്രേക്കൗട്ടിൽ നമുക്കൊരു എൻട്രി ഉണ്ട്. ആ ബ്രേക്കൗട്ടിൽ നമ്മൾ എന്താണ് വിചാരിക്കും? ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് പോകണമെന്ന് വിചാരിക്കുന്നു, മാർക്കറ്റ് താഴേക്ക് വരുന്നു, തിരിച്ച് രണ്ടാമത് വീണ്ടും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം വീണ്ടും നമ്മുടെ നെക്ക് ലൈൻ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ലൈനിലേക്ക് ഒരു റീടെസ്റ്റും തരുന്നുണ്ട്. സോ ഈ റീടെസ്റ്റിലാണ് മാക്സിമം ഞാൻ എൻ്റെ എൻട്രീസ് എപ്പോഴും എടുക്കാറുള്ളത്. എനിക്ക് ഈ ഡിസ്കൗണ്ട് പ്രൈസാണ് എനിക്ക് എപ്പോഴും വേണ്ടത്. കാര്യം ഈ ബ്രേക്കൗട്ടിൽ നമ്മുടെ എൻട്രി എവിടെ ആയിരിക്കും? ഈ ക്യാൻഡിൽ ബ്രേക്കൗട്ട് വന്നിട്ടില്ല. സോ ബ്രേക്കൗട്ട് വന്ന ക്യാൻഡിൽ ഏതാണ്? ഈ ക്യാൻഡിലാണ് ബ്രേക്കൗട്ട് വന്നത്. അതൊരു വലിയ ക്യാൻഡിലാണ്. സോ നമുക്ക് ഇവിടുന്ന് മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പറയാം നമുക്കന്ന് ഇവിടുന്ന് എടുത്തുകൂടെ, എങ്ങനെ ഇവിടുന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. സോ ഈ ക്യാൻഡിൽ ക്ലോസ് ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് എൻട്രി ആക്റ്റീവ്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ്. കാര്യം ഇവിടുന്ന് എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. കാര്യം ഇതാണ് നമ്മുടെ ബ്രേക്കൗട്ട് ലെവൽ, ഇതിൻ്റെ മേളിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സോ ഞാൻ വെയിറ്റ് ചെയ്യും, നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ റീടെസ്റ്റ് ഇവിടെ കിട്ടുകയാണെങ്കിൽ ആ റീടെസ്റ്റിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് പോയിട്ടുണ്ട്, നമുക്ക് ആ ഒരു ട്രേഡ് നന്നായിട്ട് ക്യാച്ച് ചെയ്യാനും പറ്റുന്നതാണ്. സോ അതേപോലെ തന്നെ നമുക്ക് ഡബിൾ ബോട്ടത്തിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് അപ്സൈഡിൽ നിന്ന് താഴേക്ക് വരികയായിരുന്നു. താഴേക്ക് വന്നിട്ട് അവിടുന്ന് നമ്മുടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നു. അവിടുന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസിനെ റിയാക്ട് ചെയ്തിട്ട് അവിടുന്ന് നേരെ താഴേക്ക് വന്ന് മുമ്പേ ഉണ്ടാക്കിയ ലോ ഉണ്ടല്ലോ, ആ ലോയുടെ അവിടെ തന്നെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് അപ്പ് സൈഡിൽ നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടി. സോ ഈ ബ്രേക്കൗട്ടിൽ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യാമെങ്കിൽ റീടെസ്റ്റ് വന്നിട്ട് അവിടുന്ന് നമുക്ക് അപ്പ് സൈഡിലോട്ടൊരു ട്രെൻഡ് റിവേഴ്സൽ ട്രേഡ് നമുക്കവിടെ ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ബ്രേക്കൗട്ട് എല്ലാ ബ്രേക്കൗട്ടുകളും റീടെസ്റ്റ് തരണമെന്നില്ല. സോ നിങ്ങൾ ബ്രേക്കൗട്ടിന് വേണ്ടി നാളെ നിങ്ങളിപ്പം മാർക്കറ്റിലേക്ക് നോക്കുന്നു, ഡബിൾ ടോപ്പ് അല്ലെ ഡബിൾ ബോട്ടം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, നിങ്ങൾക്ക് ബ്രേക്കൗട്ട് കിട്ടി, പക്ഷേ നിങ്ങൾ ബ്രേക്കൗട്ടിൽ എൻട്രി എടുക്കുന്നില്ല, റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് റീടെസ്റ്റ് തരണമെന്നില്ല, അവിടുന്ന് തന്നെ നേരിലേക്ക് നല്ല മൂവ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ റീടെസ്റ്റിൽ എൻട്രി എടുക്കണോ ബ്രേക്കൗട്ടിൽ എൻട്രി എടുക്കണോ എന്ന് ചോദിച്ചാൽ അത് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ നോക്കുക ഏതാണ് എടുക്കാൻ പറ്റുകയെന്ന്. അതല്ലാതെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എല്ലാ ഇതും റീടെസ്റ്റ് തരണമെന്നില്ല, അല്ലെങ്കിൽ ഏതൊക്കെ ട്രേഡ് റീടെസ്റ്റ് തരും ഏതൊക്കെ ട്രേഡ് റീടെസ്റ്റ് തരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരിക്കലും നമ്മളെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചർ. പ്രോബബിലിറ്റി ബ്രേക്ക് ചെയ്താൽ അപ്സൈഡ് പോകാനാണ്. പിന്നെ റീടെസ്റ്റ് വന്നാൽ എൻട്രി എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ SL-നുള്ള ആ ഒരു ചാൻസ് കുറയും, നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും, നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ എടുക്കാം, ലോസ് കുറച്ചെടുക്കാം. സോ അങ്ങനെയുള്ളപ്പം നിങ്ങൾ റീടെസ്റ്റിൽ എടുക്കണോ അതോ ബ്രേക്കൗട്ടിൽ എടുക്കണോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ വെച്ചിട്ട് ആലോചിക്കുക. സോ നമുക്ക് ഈ ഒരു ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടത്തിൽ
മറ്റൊരു ബ്രേക്ക് എൻട്രി ഉണ്ട്. അതേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലൈൻ കണ്ടല്ലോ നമുക്കിവിടെ കിട്ടിയത്. അപ്പം നമ്മുടെ ശരിക്കുമുള്ള എൻട്രി എവിടെയാണ്? ഈ ഒരു ബ്രേക്ക് താഴേക്ക് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള എൻട്രി. പക്ഷേ ഇപ്പം ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഒരുപാട് ക്വാണ്ടിറ്റി വെച്ചിട്ട് കുറച്ച് പോയിന്റ്സ് പിടിച്ചാൽ മതി എന്നുള്ളവർക്ക് നല്ലൊരു എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതായത് ഈ ലോ ഉണ്ടല്ലോ, മാർക്കറ്റ് ഇവിടെ വന്നൊരു സിംഗിൾ ലോ ഉണ്ടാക്കുമല്ലോ, ആ സിംഗിൾ ലോയിൽ നിന്നും നമ്മുടെ ഈ ഒരു സപ്പോർട്ട് പോയിന്റിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ബ്രേക്ക് കിട്ടും. സോ മാർക്കറ്റ് നമുക്കറിയാം ഒരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റ് താഴേക്ക് പോകാൻ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാൻ അത്രേ പറ്റുള്ളൂ, അല്ല നമുക്ക് ഷുവർ പറയാൻ പറ്റില്ല. സോ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഒരു എൻട്രി എടുത്താൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ നെക്ക് ലൈനെയും തിരിച്ച് വീണ്ടും നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ, നെക്ക് ലൈനൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും, നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഇത് കൂടുകയും ചെയ്യും. അതായത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെന്തായിരിക്കും ഇവിടെ ആയിരിക്കും നമ്മൾ എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് ഇവിടെ തന്നെ എൻട്രി എടുത്താലോ കൂടുതൽ ഡിസ്കൗണ്ട് പ്രൈസിലാവുമല്ലോ നമ്മുടെ പൊസിഷൻ നിൽക്കുന്നത്. സോ നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട്. സോ അതേപോലെ തന്നെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടിൻ്റെ തിയറിയിൽ ഈ ഒരു സാധനം ഇല്ല. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ട്രേഡുകൾ. സോ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഡബിൾ ബോട്ടത്തിൽ നമുക്ക് ഈ ലോ ഉണ്ട്, ഇവിടെ ഒരു സിംഗിൾ ലോ ഉണ്ടാക്കുമല്ലോ, ഒരു സ്വിങ്. ആ സ്വിങ്ങിൽ നിന്നും ഈ ഒരു റെസിസ്റ്റൻസ് എടുത്ത പോയിന്റിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ, പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. എല്ലാ സമയത്തും വർക്കൗട്ട് ആവണമെന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഏകദേശം ഇവിടെയായിട്ടായിരിക്കും നമുക്ക് ആ ബ്രേക്ക് കിട്ടുന്നത്. സോ ഈ ബ്രേക്കിൽ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ബ്രേക്കിൻ്റെ റീടെസ്റ്റിൽ വന്നിട്ടാണ് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുള്ളത്. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ബോട്ടത്തിനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇത് കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ബ്രേക്ക് കിട്ടും. സോ നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ട എൻട്രി നമുക്ക് ഇവിടുന്നേ കിട്ടും. സോ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് എൻട്രി കിട്ടാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം അത് നോക്കിയാൽ മതി. സോ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് കപ്പ് ആൻഡ് ഹാൻഡിലാണ് അടുത്ത പാറ്റേൺ. അതിൻ്റെ കൂടെ തന്നെ അതുമായിട്ട് ചേർന്നാണ് റൗണ്ടിങ് ബോട്ടം എന്ന് പറയുന്നത്. ഇപ്പം ഒരു റൗണ്ടിങ് ബോട്ടത്തിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എൻഡിൽ ഒരു ഹാൻഡിലിൻ്റെ രീതിയിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അത് കപ്പ് ആൻഡ് ഹാൻഡിലായി. സോ റൗണ്ടിങ് ബോട്ടവും കപ്പ് ആൻഡ് ഹാൻഡിൽ നമുക്ക് ഒരേപോലെ പറഞ്ഞു പോകാവുന്നതാണ്. സോ എന്താണ് റൗണ്ടിങ് ബോട്ടം അല്ലെങ്കിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുന്നത് നോക്കാം. റൗണ്ടിങ് ബോട്ടം ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സ്റ്റെൻഡഡ് ഡൗൺവേർഡ് ട്രെൻഡ് ആൻഡ് സിഗ്നിഫൈസ് എ റിവേഴ്സൽ. സോ റൗണ്ടിങ് ബോട്ടം എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? എപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നും അപ്പ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റ് ഈ ഒരു റൗണ്ടിങ് ബോട്ടം നമുക്ക് കാണാൻ പറ്റും. സോ ഈ റൗണ്ടിങ് ബോട്ടത്തിൻ്റെ ബ്രേക്ക്ഔട്ടിലാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നത്. സോ ഡൗൺ ട്രെൻഡിൻ്റെ റിവേഴ്സൽ എന്ന് പറയുന്നത് അപ്പ് ട്രെൻഡ് ആണല്ലോ. അതിനുശേഷം മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കൊരു 2-3 വർഷമൊക്കെ മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനിൽ തന്നെ നിന്ന് അതിനുശേഷം ഒരു ബ്രേക്ക്ഔട്ട് തരും. അപ്പോൾ അതിനെ നമ്മൾ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് എന്ന് പറയും. ഈ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് വിത്ത് ഗുഡ് വോളിയം ആണെങ്കിൽ നല്ലൊരു സ്വിംഗ് പിക്കാണ്, അല്ലെങ്കിൽ നല്ലൊരു ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. കാര്യം കുറേ നാളായിട്ട് ഒരു ടൈറ്റ് റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണ്. സോ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ അതിന് നല്ല പ്രോബിലിറ്റി ഉണ്ട് അപ്സൈഡിലേക്ക് പോകാൻ. സോ മിക്കപ്പോഴും ഞാൻ സ്വിംഗ് പിക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ മിക്കതും റൗണ്ടിങ് ബോട്ടം അല്ലെ കപ്പ് ആൻഡ് ഹാൻഡിലാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ റൗണ്ടിങ് ബോട്ടവും കപ്പ് ആൻഡ് ഹാൻഡിലും വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചാനലിൽ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് എന്നും പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ആ ഒരു ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ കണ്ടുപിടിക്കാം. സോ ഇനി അടുത്ത് നമുക്ക് നോക്കാം. ദ പാറ്റേൺ റിസംബ്ലൻസ് എ കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ വെയർ ദ കപ്പ് ഈസ് ദ ഷേപ്പ് ഓഫ് എ റൗണ്ടിങ് ബോട്ടം ആൻഡ് ഹാൻഡിൽ ഈസ് എ ഡൗൺവേർഡ് ഡ്രിഫ്റ്റ്. സോ നമുക്ക് എന്താണ് റൗണ്ടിങ് ബോട്ടം നോക്കാം. ഇതാണ് റൗണ്ടിങ് ബോട്ടം. അതായത് മാർക്കറ്റിൻ്റെ പ്രൈസാണ് ഞാൻ ഈ ലൈൻ സൂചിപ്പിക്കുന്നത്. പ്രൈസ് ഇവിടെ വരുന്നു, തിരിച്ചിതാ ഇവിടെ നിന്നെല്ലാം റിയാക്ട് ചെയ്യുന്നു. സോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ടിങ് ബോട്ടത്തിലായിരിക്കും ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുക എന്നും പറഞ്ഞ് ഇത്രയും തവണ സപ്പോർട്ട് എടുക്കണമെന്നില്ല, 3-4 തവണ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാനത് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. സോ ഇങ്ങനെ റൗണ്ടിങ്ങിൽ, അതായത് ഒരു സപ്പോർട്ട് കർവിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ടല്ലോ, ഈ റെസിസ്റ്റൻസ് ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് അപ്സൈഡിലേക്ക് പോകാനുള്ള നല്ല ചാൻസ് കൂടുതലാണ്. സോ ഇതാണ് റൗണ്ടിങ് ബോട്ടം. നമുക്കിനി ഇത് കപ്പ് ആൻഡ് ഹാൻഡിൽ എന്താണെന്ന് നോക്കാം. ഈ റൗണ്ടിങ് ബോട്ടം തന്നെ അവിടെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ പോലെ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ, ഒരു ഡൗൺവേർഡ് പ്രൈസ് ആക്ഷൻ തന്നാൽ നമുക്കിത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു കപ്പ്, അതിൻ്റെ ഒരു പിടി, ഒരു ഹാൻഡിൽ,
സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ടിൻ്റെ പേരാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുന്നത്. സോ റൗണ്ടിങ് ബോട്ടും കപ്പ് ആൻഡ് ഹാൻഡിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. റൗണ്ടിങ് ബോട്ടം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോവുകയാണ്. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റ് തരും, ഒരു ഡ്രിഫ്റ്റ് തന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത് കപ്പ് ആൻഡ് ഹാൻഡിൽ. നമുക്ക് ഇതിനെക്കുറിച്ച് എൻ്റെ എക്സാമ്പിൾ നോക്കാം. സോ ഇതാണ് ഒരു റൗണ്ടിങ് ബോട്ടത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്നും ഇവിടേക്ക് ഒരു ലോങ് പീരീഡിൽ ട്രാവൽ ചെയ്യാണ്. ഇത് തന്നെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 വർഷം, 2018 to 2024, സോ ഒരു 5 വർഷത്തോളം മാർക്കറ്റ് ഈ ഒരു റൗണ്ടിങ് ബോട്ടം ഇതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും അകത്തേക്ക് വന്നു, റീടെസ്റ്റും വന്നു. സോ ഇത് വാലിഡ് ആണ്. ഇതെങ്ങനെയാണ് വാലിഡ് അല്ലാണ്ടാവുന്നത്? ഇപ്പം ബ്രേക്ക് ഔട്ട് ചെയ്തു, റീടെസ്റ്റ് ഒന്നും വരാതെ ഇത് തിരിച്ച് മേളിലേക്ക് വന്നു, വീണ്ടും ഇത് താഴേക്ക് വരുന്നു, മേളിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൗണ്ടിങ് ബോട്ടത്തിന് വാലിഡിറ്റി ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബ്രേക്ക് ഔട്ട് വന്നു, തിരിച്ച് അവിടേക്ക് തന്നെ ഒരു റീടെസ്റ്റ് വന്നു, താഴേക്ക് വന്നു. സോ ഇവിടെ ഒരു ഡബിൾ ബോട്ടം പോലെ ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് വരുന്നു, ആ ഒരു റൗണ്ടിങ് ബോട്ടത്തിൽ തന്നെ റീടെസ്റ്റും എടുത്തു. സോ ഇത് സ്റ്റിൽ വാലിഡ് ആണ്. അങ്ങനെ മാർക്കറ്റ് ഇവിടേക്ക് വന്ന് ഇവിടെ നിൽക്കുകയാണ്. സോ ഈ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സിം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. സോ ഈ സ്റ്റോക്ക് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ നെക്ക് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ ഫർദർ ഇത് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത്. സോ ഈ ചാർട്ടിൽ നമുക്ക് ഈ ഒരു റൗണ്ടിങ് ബോട്ടം ഐഡൻറ്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിനി കപ്പ് ആൻഡ് ഹാൻഡിൽ നോക്കാം. ഇതാണ് ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ. അതായത് മാർക്കറ്റ് ഈ ഒരു റൗണ്ടിങ് ബോട്ടത്തിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡൗൺവേർഡ് ഡ്രിഫ്റ്റ് ഉണ്ടാക്കി. അതാണ് നമ്മൾ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡൗൺവേർഡ് ഡ്രിഫ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എന്താണ്? ഈ ഒരു ഫോർമേഷൻ്റെ ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട്. ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ ഈ ഒരു സ്റ്റോക്ക് ഫർദർ അപ്സൈഡിലേക്ക് പോകാനുള്ള നല്ല പ്രോബിലിറ്റി ഉണ്ട്. ഞാനിത് ഓൾറെഡി ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഓൾറെഡി ഒരു ലൈവ് എക്സാമ്പിൾ നമുക്ക് കിട്ടിയത്. സോ നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. റൈസിങ് വെഡ്ജ് ആൻഡ് ഫോളിംഗ് വെഡ്ജ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങളിത് അത്യാവശ്യം നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബോത്ത് ഇൻട്രാഡേ ഇപ്പം ചെറിയ ടൈം ഫ്രെയിം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് 15 മിനിറ്റിലൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമുക്ക് ഇൻട്രാഡേയിലും ഉപയോഗിക്കാം. അതേ തന്നെ നമുക്കൊരു 15 മിനിറ്റിന് മേളിലോട്ടുള്ള ടൈം ഫ്രെയിമിൽ, ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന ബ്രേക്ക് ഔട്ടിൽ നമുക്കൊരു സ്വിംഗ് ട്രേഡ്സിനൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. സോ 2 എണ്ണം ഉണ്ട്, റൈസിങ് വെഡ്ജും ഫോളിംഗ് വെഡ്ജും. എന്താണ് റൈസിങ് വെഡ്ജ് നോക്കാം. റൈസിങ് വെഡ്ജ് ഈസ് എ ബിയറിഷ് റിവേഴ്സൽ പാറ്റേൺ. ഇതൊരു ബിയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ് നോർമലി റൈസിങ് വെഡ്ജ്. ഈ റൈസിങ് വെഡ്ജ് ഫോം ആയാൽ നമ്മൾ ബിയറിഷ് വ്യൂവിലാണ് നമ്മൾ പിന്നെ കാര്യങ്ങൾ നോക്കേണ്ടത്. താഴേക്ക് ഒരു ബ്രേക്ക് ഡൗൺ വരുന്നെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അതിനെ അപ്സൈഡിലോട്ടും ബ്രേക്ക് ചെയ്യാറില്ലെന്നല്ല, അപ്സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് താഴേക്കുള്ള ബ്രേക്ക് ഡൗണിലാണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻസ് ദാറ്റ് കൺവേർജ് ഓവർ ടൈം സജസ്റ്റ് എ വീക്കനിങ് ഓഫ് ബുള്ളിഷ് മൊമെൻറ്റം. അതായത് ഇതാണ് ഒരു റൈസിങ് വെഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഒരു അപ്പ് സൈഡ് ഒരു ലൈൻ ഉണ്ടാവും, ഡൗൺ സൈഡ് ഒരു ലൈൻ ഉണ്ടാവും. ഇതിനൊരു സെൻട്രൽ ലൈൻ ഞാൻ ഈ ഒരു പാറ്റേണിൽ വരച്ച് വെച്ചതേ ഉള്ളൂ. സോ ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു പാറ്റേണിൽ മാർക്കറ്റ് ഈ ഒരു വെഡ്ജിനുള്ളിൽ തന്നെ ട്രേഡ് ആവും. അതായത് മേളിൽ നിന്ന് ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ സെൻട്രൽ ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെൻട്രൽ ലൈനിലും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ വരച്ച് വെച്ചിരിക്കുന്നത്. സോ മാർക്കറ്റ് മേളിലേക്ക് വരുന്നു, അവിടുന്ന് റിയാക്ട് ചെയ്യുന്നു, നേരെ താഴേക്ക് വരുന്നു. സോ ഇതിനുള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് നടക്കും. അപ്പോൾ ഇതൊരു റൈസിങ് വെഡ്ജ് എന്ന് പറയും. അതായത് ഈ ഒരു പാറ്റേണിനെ മേളിലേക്കുള്ളതിനെ നമുക്ക് റൈസിങ് വെഡ്ജ് എന്ന് പറയാം. സോ ഇതിൻ്റെ പ്രകാരം മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് തരികയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതലെന്ന് പറയുന്നത്. സോ ഇതുണ്ടാകുക എന്ന് പറയുന്ന ഒരു റിവേഴ്സൽ പാറ്റേൺ. അതായത് ഒരു അപ് ട്രെൻഡ് ആണല്ലോ, ലോവർ ഹൈ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ എന്നാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് താഴേക്ക് ലോവർ ഹൈ ലോവർ ലോ വെച്ച് താഴേക്ക് പോകാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ. സോ ഇതാണ് ഒരു റൈസിങ് വെഡ്ജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫോളിംഗ് വെഡ്ജ് എന്താണെന്ന് നോക്കാം. ഫോളിംഗ് വെഡ്ജ് ഈസ് എ ബുള്ളിഷ് ചാറ്റ് പാറ്റേൺ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻസ് ദാറ്റ് കൺവേർജ് ഓവർ ടൈം സജസ്റ്റ് എ അപ്വേർഡ് പ്രൈസ് മൂവ്മെൻറ്റ്. സോ ഫോളിംഗ് വെഡ്ജ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഇതായിരുന്നു റൈസിങ് വെഡ്ജ്, അതായത് മേളിലേക്ക്. സോ മേളിലേക്ക് വരുന്നത് നമുക്ക് റൈസിങ് വെഡ്ജും, താഴേക്ക് പ്രൈസ് ഒരു ചാനൽ, ഇതൊരു ചാനലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ചാനലിനുള്ളിൽ താഴേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് ഫോളിംഗ് വെഡ്ജ് എന്നും പറയാം. റൈസിങ് വെഡ്ജ് വന്നാൽ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബിയറിഷ് ആവാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതലെങ്കിൽ ഫോളിംഗ് വെഡ്ജിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് മേളിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ കാണുന്നത്.
സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. റൈസിംഗ് വെഡ്ജ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതൊരു ചാനൽ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ചാനലിൽ കുറേ നാൾ ട്രേഡ് ചെയ്ത് കുറേ നേരം ട്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടി. സോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രേക്കൗട്ടിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീടെസ്റ്റിന് വെയിറ്റ് ചെയ്തിട്ട് റീടെസ്റ്റിലും നമുക്കൊരു എൻട്രി എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലോ ഉണ്ടല്ലോ, ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ഹൈ മുതൽ ഈ ചാനലിൻ്റെ ഈ ഒരു നേരെ ഒരു ലൈൻ വരച്ചാൽ ഈ പ്രൈസ് എത്രയാണോ അത് തന്നെ നമുക്ക് ഈ ബ്രേക്കൗട്ട് കിട്ടിയ ഇടത്ത് നിന്ന് താഴേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വൺസ് നമുക്ക് ഈ ഒരു സ്വിങ്ങിൻ്റെ ഹൈയിൽ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, ഈ സെൻട്രൽ ലൈൻ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങി മാറാം. അങ്ങനെ രീതിയിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പാറ്റേൺ നിങ്ങൾ നോക്കുക, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ചാർട്ടിലേക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് ഒരു ഫോളിംഗ് വെഡ്ജിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് അപ്സൈഡിലേക്കായിരുന്നു, അതിനുശേഷം മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് ഇങ്ങനെ ഒരു ചാനലിനുള്ളിൽ തന്നെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അവിടെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്കൗട്ടും കിട്ടി, ഒരു റീടെസ്റ്റും കിട്ടി. അതിനുശേഷം ഒരു ഗ്യാപ്പ് അപ്പിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എന്ത് സംഭവിച്ചു, മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡിലോട്ട് കയറിപ്പോയി. സോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു ട്രെൻഡ് റിവേഴ്സൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇടത്ത് നിന്നും ഇവിടെ വരെയുള്ളതിനെ നമുക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഇതേ ലെങ്ത് തന്നെ മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ട്രെയിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ SL എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ ലോ ആയിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ലൈനിൻ്റെ താഴേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കണം. സോ അതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ലാസ്റ്റാണ് ട്രയാങ്കിൾ പാറ്റേൺസ്. സോ ഒരുപാട് ട്രയാങ്കിൾ പാറ്റേൺസ് ഉണ്ട്, ഒരുപാട്. അതിൽ എല്ലാം ഒന്നും നമുക്ക് ഡെയിലി മാർക്കറ്റിൽ സംഭവിക്കുന്നില്ല, ഡെയിലി മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. സോ എനിക്ക് പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ 3 തരം ട്രയാങ്കിൾ പാറ്റേൺസ് ആണ് പേഴ്സണലായിട്ട് ഞാൻ നോക്കുന്നതും ബ്രേക്കൗട്ടിലാണെങ്കിൽ എൻട്രി എടുക്കാൻ ഉപയോഗിക്കുന്നതും ഒക്കെ 3 കാര്യങ്ങളാണ്. 1 സിമെട്രിക്കൽ ട്രയാങ്കിൾ, 2 അസെൻഡിങ് ട്രയാങ്കിൾ, 3 ഡിസെൻഡിങ് ട്രയാങ്കിൾ. സോ എന്താണ് ഈ 3 ട്രയാങ്കിൾ നമുക്ക് നോക്കാം. സോ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ മേളിലും താഴെയും സ്ലോപ്പിംഗ് ലൈനിനുള്ളിലായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യുക. അതായത് ഇവിടുന്ന് വരുന്ന മാർക്കറ്റ് ഇതായത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഇതിനേക്കാളും ലോ ആയിരിക്കും ഈ ലോ, അതിനേക്കാളും ലോ ആയിരിക്കും അടുത്ത ലോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ചെറിയ ലോ ആയിരിക്കും, ഇതിനേക്കാളും ചെറിയ ലോ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാണെങ്കിൽ നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് വിളിക്കാൻ പറ്റുന്നു. അതായത് താഴ്വശത്തും ഒരു സ്ലോപ്പിംഗ് ലൈൻ ആയിരിക്കും, മേളിലും ഒരു സ്ലോപ്പിംഗ് ലൈൻ ആയിരിക്കും. സോ അതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ. ഇനി നോക്കുകയാണെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ മേൽവശത്ത് ഒരു ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും. സോ അതൊരു സപ്പോർട്ട് ലൈൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈന് അതൊരു ഫ്ലാറ്റ് ആയിരിക്കും. അതിനുശേഷം താഴ്വശത്തായിരിക്കും നമുക്കൊരു സ്ലോപ്പിംഗ് ലൈൻ കിട്ടുക. അതായത് ഇവിടെ നിൽക്കുന്ന പ്രൈസ് 50 രൂപയിൽ നിന്നും 100 രൂപയിലേക്ക് എത്തി, അവിടുന്ന് 60 രൂപ, അവിടുന്ന് 100 രൂപയിൽ തന്നെ വന്ന് വീണ്ടും 70 രൂപ, 100 രൂപ, 80 രൂപ, വീണ്ടും 100 രൂപ. സോ ആ ഒരു മേൽവശത്തെ ലൈന് വ്യത്യാസം കാണില്ല, അതൊരു ഫ്ലാറ്റ് ലൈനിൽ തന്നെ ആയിരിക്കും. പക്ഷേ താഴെയായിരിക്കും നമുക്കൊരു സ്ലോപ്പ് ഉണ്ടാകുന്നത്. സോ ഇതിനെ നമുക്ക് അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് വിളിക്കാവുന്നതാണ്. സോ ഇനി ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ തന്നെ സെയിം റിവേഴ്സൽ, ഇതിന് സ്ലോപ്പിംഗ് ലൈൻ മേളിലായിരിക്കും, ഫ്ലാറ്റ് ലൈൻ താഴെയായിരിക്കും. സോ ഈ ഒരു രീതിയിലായിരിക്കും ഈ മാർക്കറ്റിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 100 രൂപ, ഇതിപ്പോൾ 50 രൂപയാണെങ്കിൽ ഇത് 30 രൂപയാണെന്ന് കൂട്ടിക്കും. സോ 50 രൂപ, 30 രൂപ, 40 രൂപ, 30 രൂപ, 30 രൂപ, 30 രൂപ വരത്തില്ല. സോ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ പാറ്റേൺ ആണ്. അതായത് സിമെട്രിക്കൽ ട്രയാങ്കിൾ വരികയാണെങ്കിൽ മാർക്കറ്റ് ഐദർ ബോത്ത് സൈഡിലും നമുക്ക് ബ്രേക്കൗട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ മേളിലേക്ക്, ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ താഴേക്ക് ബ്രേക്കൗട്ട് കിട്ടുന്നെങ്കിൽ താഴേക്ക് പോകുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇതിനൊരു ബയാസ്ഡ് ഇല്ല, അതായത് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ ബയാസ്ഡ് അങ്ങനെ നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. 2 സൈഡിലോട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിനുശേഷം അസെൻഡിയൻ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ബയാസ്ഡ് ആണ്. അതായത് ഇങ്ങനൊരു പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അപ്സൈഡിലേക്ക് ബ്രേക്കൗട്ട് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള ചാൻസ് ആയിരിക്കും വളരെ കൂടുതൽ, പ്രോബിലിറ്റി ആയിരിക്കും വളരെ കൂടുതൽ. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ബ്രേക്കൗട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ട്രേഡ് എടുക്കാം. പക്ഷേ അത് താഴേക്കാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് എടുക്കണമെന്നില്ല, നിങ്ങൾ വാച്ച് ചെയ്യുക. അവിടെ സംതിങ് ഫേക്ക് ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോബിലിറ്റി അവിടെ കൂടുതലാണ്. സോ അതൊരു ബുള്ളിഷ് ബയാസ്ഡ് പാറ്റേൺ ആണ് ഈ അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതേപോലെ ഡിസെൻഡിങ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബിയറിഷ് ബയാസ്ഡ് പാറ്റേൺ ആണ്. അതായത് ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് ബ്രേക്കൗട്ട്, ഈ ഫ്ലാറ്റ് ലൈനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഡിസെൻഡിങ് ട്രയാങ്കിളിൽ അപ്സൈഡിൽ ബ്രേക്കൗട്ട് ചെയ്ത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്.
അതായത് അപ്സൈഡിലേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ഒരുപാട് പോയിട്ടുണ്ട്, നല്ലൊരു വിന്നിങ് റേഷ്യോ അവിടെ കാണുന്നുണ്ട്. സോ അസെൻഡിങ് ട്രയാങ്കിളിന് താഴേക്ക് ബ്രേക്ക് ചെയ്താൽ എൻട്രി എടുക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഡിസെൻഡിങ് ട്രയാങ്കിളിൽ അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാലും നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. കാര്യം ഒരുപാട് ട്രേഡ് ഞാൻ നോക്കിയതിൽ എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചില ലൈവ് എക്സാമ്പിൾ നോക്കാം. സോ ഇതാണ് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ. സോ താഴേന്ന് ഒരു ട്രെൻഡ് ലൈൻ, ഇങ്ങനെ ഒരു സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ വരും, മേളിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വരും. ഇതിനെ നമുക്കൊരു സിമെട്രിക്കൽ എന്ന് വിളിക്കാം. ആ ഒരു സിമെട്രിക്കൽ അപ്സൈഡിലോട്ട് ബ്രേക്ക്ഔട്ട് തന്നുകൊണ്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി. ഇനി ഇത് എന്തുകൊണ്ടാണ് അപ്സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തത്? ഓൾറെഡി മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായിരുന്നു, താഴേന്ന് മേളിലേക്ക് വരുന്ന ഒരു മാർക്കറ്റായിരുന്നു. സോ അതിന് നമുക്ക് മേളിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയപ്പം നമുക്ക് ഈ ഒരു ട്രേഡ് മേളിലേക്ക് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അസെൻഡിങ് ട്രയാങ്കിൾ നോക്കാം. ഇതാണ് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഈ ഒരു ലൈനെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡിലേക്ക് പോയി. സോ ഇതൊരു ഹയർ ടൈം ഫ്രെയിമിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു എൻട്രി എക്സിറ്റ്, ഇപ്പോൾ എൻട്രി നമുക്കിവിടെ മനസ്സിലായി. നമുക്കിനി ഇതിന് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ ലെവൽ തൊട്ട് ഈ ഒരു അസെൻഡിങ്ങിൻ്റെ ഈ ഒരു പോയിന്റിൽ എത്തുന്നിടം വരെ ഉള്ള പ്രൈസ് റേഞ്ച് എത്രയാണോ അത്രയും തന്നെ നമുക്ക് ഇവിടുന്ന് മേളിലേക്ക് ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. വൺസ് ആ ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് തന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ട് ടാർഗറ്റ് 2 ആയിട്ട് നമുക്ക് അവിടെ വെക്കാം. സോ ഇതിൻ്റെ SL എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ താഴെയായിരിക്കും നമുക്ക് SL പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡിസെൻഡിങ് നോക്കാം. ഇതാണ് ഒരു ഡിസെൻഡിങ്, അതായത് മാർക്കറ്റിൽ മേളിലൊരു സ്ലോപ്പിംഗ് ലൈനും താഴെ ഒരു സപ്പോർട്ട് ലെവലും ഉണ്ട്. സോ മാർക്കറ്റ് ഇവിടെ വന്നു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, വൺസ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് നേരെ താഴേക്ക് പോയിട്ടുണ്ട്. ഇതിന് ശേഷം മാർക്കറ്റ് ഒരുപാട് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ ലെവലിലാണല്ലോ മാർക്കറ്റ് വൺസ് ടച്ച് വന്നേക്കുന്നത്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള എത്രയാണോ പ്രൈസ് റേഞ്ച് അത്രയും തന്നെ നമുക്ക് ഈ ബ്രേക്ക്ഔട്ട് വന്നിടം തൊട്ട് താഴേക്ക് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്സൈഡോട്ട് നമുക്കിതൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ നമ്മൾ പാറ്റേണിൽ എന്താണ് തിയററ്റിക്കലി എന്താണ് പഠിച്ചത്? താഴേക്കുള്ള ബ്രേക്ക്ഔട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതൊരു ബിയറിഷ് ബയാസ്ഡ് പാറ്റേൺ ആണെന്നാണ്. പക്ഷേ ഇത് നമുക്കൊരു അപ്സൈഡിലോട്ട് നല്ല രീതിക്ക് റിസൾട്ട് തരുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് അസെൻഡിങ് ട്രയാങ്കിളിന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്താൽ ഫർദർ ഒരുപാട് താഴേക്ക് പോകും എന്നൊരു റിസൾട്ട് എനിക്ക് വളരെ കിട്ടിയിട്ടില്ല. ഇത് സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് അവിടെ കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ മേളിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ നമുക്ക് നല്ല രീതിക്ക് ട്രേഡ് എടുത്ത് പോകുന്നതാണ്. നല്ലൊരു എക്സാമ്പിളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയും ചെയ്തു, അതിനുശേഷം നമുക്കിവിടെ റീടെസ്റ്റും വന്നു. അതിനുശേഷം ആ മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡിലോട്ട് കയറി പോയിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണോ ആ ഒരു പ്രൈസ് തന്നെ നമുക്ക് ഇവിടുന്ന് മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ടാർഗറ്റ് 1 ആയിട്ടും വെക്കാം, അതിനെ 2 ടൈംസ് വെക്കുകയാണെങ്കിൽ അത് ടാർഗറ്റ് 2 ആയിട്ടും വെക്കാം. സോ ഇത്രയാണ് നമുക്ക് ചാർട്ട് പാറ്റേൺസ് കൊണ്ട് നോക്കാവുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പാറ്റേൺസ് ഉണ്ട്. അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഉപയോഗിക്കും. എൻ്റെ മിക്ക കാര്യങ്ങൾ ഞാനിപ്പം കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഈ ചാർട്ട് പാറ്റേൺസിലുണ്ടാകുന്ന ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഔട്ടിലുണ്ടാകുന്ന എൻട്രികൾ ഇതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാനും പേഴ്സണലി എല്ലാ ട്രേഡും ഇത് മാത്രം വെച്ചാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കണ്ടു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.